കിട്ടിയ നന്മയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മനോജ് ബ്രദറിന്റെ വൈഫ് സിസ്റ്റർ ആഷ ഗൾഫിലിരുന്ന ഒരു ദിവസം എന്നോട് പറഞ്ഞു, പക്ഷേ നമ്മുടെ സർവീസ് പുള്ളിക്കാരി അവിടെ ഇരുന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. വളരെ അനുഗ്രഹമാണ്. ആരാധനയെല്ലാം വളരെ അനുഗ്രഹമാണ്. ഞങ്ങൾ ആരാധനകൾ ഇപ്പോൾ പൊതുവെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ആരാധനയെല്ലാം വലിയ അനുഗ്രഹമാണ്. തുടർന്നും ഹോൾ സർവീസ് ഓൺലൈനിലേക്ക് വിട്ടാൽ അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് കാണാം. അതുപോലെ പുള്ളിക്കാരുടെ പല സ്നേഹിതർക്കും നമ്മുടെ ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് പലരും വാച്ച് ചെയ്യുന്നു എന്ന് അറിയിച്ചു. അപ്പോൾ ഫുൾ ലൈവ് ഇടാൻ എന്താണ് ആവശ്യം, അതിനുവേണ്ടി എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യാവുന്നു. അതുപോലെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ക്യാമറ, നല്ലൊരു ക്യാമറ നമുക്ക് വേണം. നല്ല ക്ലാരിറ്റിയോടെ നല്ലൊരു ക്യാമറ വേണം. ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ക്യാമറയാണ്, ഫോണാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ക്യാമറയ്ക്ക് പരിമിതികളുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഏത് തരത്തിലുള്ള ക്യാമറ വേണ്ടിയത്. അപ്പോൾ അടുത്തിടയ്ക്ക് ഒരു സ്നേഹിതൻ എന്നെ വിസിറ്റ് ചെയ്യാൻ വന്നായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു നല്ലൊരു ഫോണിരുന്നു. പ്രത്യേകിച്ച് പുള്ളി വീട്ടിൽ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്നെ കാണിച്ചു, സൂം ചെയ്ത് കാണിച്ചു, നല്ല സൂപ്പർ ക്യാമറ. അപ്പോൾ മനസ്സിലൊരു ആഗ്രഹം, ഇതുപോലൊരു ഫോൺ കിട്ടി നല്ലതായിരുന്നു. അപ്പോൾ പ്രിയ സഹോദരൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ അത് എക്സ്പെൻസീവ് ആണ്. പറ്റുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതായാലും കുഴപ്പമില്ല. അപ്പം അങ്ങനെ അത് തന്നെ വിവോയുടെ X100 62,000 ആണ്, 69,000 ആണ് അതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 62,000 അവർ പേ ചെയ്തു. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട വളരെ നല്ലൊരു ക്യാമറയുള്ള ഒരു ഫോൺ സഭയ്ക്ക് വേണ്ടി ദൈവം പ്രിയപ്പെട്ടവരിലൂടെ ലഭിച്ചു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം വെള്ളിയാഴ്ച പോവുകയാണ്. ഇന്ന് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച വന്നു. പ്രത്യേകിച്ച് സിസ്റ്റർ ആശയോടും കുടുംബത്തിനോടും നന്ദി അറിയിക്കുന്നു. അടുത്ത കുറേ വർഷങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വളരെ നല്ല ക്ലാരിറ്റി ഉണ്ട്, പ്രതീക്ഷിക്കാൻ അപ്പുറമായിട്ടുള്ള ഒരു ക്യാമറ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച അടുത്ത ആഴ്ച മുതൽ ദൈവം വെച്ചാൽ നമുക്കത് ഉപയോഗിക്കുവാൻ സാധിക്കും. ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ സാൻഡോ എന്നോട് പറഞ്ഞു, പക്ഷേ നമ്മുടെ വീഡിയോസ് എല്ലാം ഷേക്ക് ചെയ്യാറുണ്ട്, കൈ പിടിച്ചാണല്ലോ എടുക്കുന്നത്, അപ്പോൾ ഈ ഷേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റാൻഡ് മേടിച്ചതിന് ആഗ്രഹിക്കുന്നു, ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 100% വെൽക്കം. അങ്ങനെ ചോദിക്കാതെ തന്നെ നമ്മുടെ സാൻഡോ ഒരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തു. ഇത് വന്നിട്ട് ഒരാഴ്ചയായി ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു, ഈ ക്യാമറയിൽ കൂടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കാതെ 2 വ്യക്തികളിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞു സ്റ്റാൻഡിൽ ലഭിച്ചു, അതിനുവേണ്ടി ഫോൺ ലഭിച്ചു. ഇനി ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, ഇതൊരു സാധനം കൂടെ വേണം. ഞാൻ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയോടെ നമുക്ക് ഓൺലൈനിൽ നമ്മുടെ സർവീസ് വിടാൻ പറ്റും. അപ്പോൾ 2 പേരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സഭയുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കാതെ തന്നെ ദൈവം പലരിലൂടെയും ഉണർത്തി അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് 2 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ ഏപ്രിൽ മാസം മുതൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഒരു പുതിയ സീസണിലേക്ക് ദൈവം നമ്മെ നയിക്കും. പുതിയൊരു സീസണിലേക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഭാഗം നമുക്കറിയത്തില്ല. എന്നാൽ ദൈവം പറയുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു എന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഒരു ദൂത് കേൾക്കുവാൻ അവൻ ദൈവം നമ്മെ സഹായിച്ചു. അപ്പോൾ ആ പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മെ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം അത് ചെയ്യും. നമുക്കത് ആശ്ചര്യമായി തീരും. അപ്പോൾ ഈ ചെറിയ ആരംഭത്തെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ഷാജി ഭാഷ മുമ്പോട്ട് വന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഫോണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്റ്റാൻഡിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ലൈവിൽ വിടുമ്പോൾ അനേകർക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ ആരാധന അനുഗ്രഹമായി തീരട്ടെ. നമ്മളെല്ലാം കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, എന്റെ ഭക്തന്മാരുടെ നല്ല ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കുന്ന ദൈവമേ, ഇങ്ങനെ മുഖാന്തരം ഒരിക്കൽ കൃപയ്ക്കായി സ്തോത്രം. സിസ്റ്ററും കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുമില്ലായ്മ അവർക്ക് ഇത്രത്തോളം കൊടുക്കുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ദൈവ ആത്മീയ അനുഗ്രഹങ്ങളാൽ ശാരീരിക അനുഗ്രഹങ്ങളും നിറയ്ക്കുന്ന കൃപയ്ക്കായി, വിശേഷാൽ ഒരു പുതിയ വഴി അവർക്ക് വേണ്ടി തുറക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത വൻ കാര്യങ്ങളെ ജീവനിടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇത് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, ഇത് കാണുന്നവർക്ക് വിടുതലായി തീരുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ഇത് മുഖാന്തരം ഇടയാക്കുന്നവയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമം മാത്രം ഇതിൽ കൂടി ഉയരാൻ ഇടയാക്കുന്നവയ്ക്കായി സ്തോത്രം. ഈ സ്ഥാനത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി
അവരുടെ മുഖം ലജ്ജിച്ചു വന്നിട്ട് വായിക്കുന്ന പോലെ ലജ്ജിപ്പാനിടയാൽ പുതുവഴികളെയും അവർക്ക് വേണ്ടി തുറന്ന് മാനിക്കൃപയ്ക്കായി സ്തോത്രം. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയെന്ന് പറഞ്ഞ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് സ്തോത്രം. ഇത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കായി അമർത്തി കുലുക്കി കവിത അളവ് മക്കളുടെ മടി കൊടുക്കുന്നതിനായി സ്തോത്രം. ആശ്രയി കുടുംബം അവർക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. സ്വന്തമായ ഒരു ഭൂമിയിൽ എന്നാലും സ്വരുക്കൂട്ടി അതെല്ലാം മേടിക്കേണ്ട കാശും ദൈവത്തെ സ്നേഹിച്ച് ആലയത്തെ സ്നേഹിച്ച് ദൈവനാമത്തിന് വേണ്ടി വിതച്ചിരിക്കുന്നത് ഒത്തിരി അനുഗ്രഹമാണ്. പൂർവ്വനായ ദൈവം അവർക്ക് പ്രതിഫലം നൽകട്ടെ, വഴികളും വാതിലുകളും തുറക്കട്ടെ. മറ്റൊരു കാര്യം, മനോജൻ ഇതുവരെ സ്നാനപ്പെട്ടതല്ല, എന്നാലും ആ പുള്ളിക്കാരുടെ ആഗ്രഹം പ്രകാരം പുള്ളി ഫുൾ സപ്പോർട്ട് നിന്ന് 62,000 സ്പെൻഡ് ചെയ്തൊക്കെ പറഞ്ഞ ചെറിയ കാര്യമല്ല, അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത് അതിന് അനുവാദം കൊടുത്ത് മനോജൻ പ്രത്യേക നന്ദി അറിയിക്കുന്ന. ദൈവം കുടുംബത്തെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭയുടെ അതിലുള്ള ദൈവം വിശാലമാകട്ടെ. പ്രൈസ് ഗോഡ്. നമുക്ക് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എത്ര പേർക്ക് നമ്മുടെ സഭ ഒരു അനുഗ്രഹമാകുന്നു. പൊതുവെ ആരൊന്നും പറയാറില്ല. അപ്പോൾ ചിലപ്പോഴൊരു ചിന്ത ഉണ്ട്, അനുഗ്രഹമാണോ അതോ ഇടയ്ക്ക് വെക്കുന്ന ഉപവാസ പ്രാർത്ഥന മാത്രമേ, ഈ വെളിയിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ഗസ്റ്റ് ഒന്ന് ശുശ്രൂഷിക്കുമ്പോൾ മാത്രമേ അനുഗ്രഹമുള്ളൂ എന്നൊക്കെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി എന്നോട് പോലെ പക്ഷേ സഭയിലെ ഓരോ ദൈവദാസന്മാരും ശുശ്രൂഷിക്കുന്നത് എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു, വളരെ അനുഗ്രഹമായിരുന്നു. ഈ സഭയിൽ വരാതിരുന്നുവെങ്കിൽ ഞാൻ വട്ടായി പോകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ആൻറ്റി ഇവിടെ ഇരിപ്പുണ്ട്, പേര് പറയാൻ ഒരു വിഷയത്തിൽ ആഗ്രഹിക്കുന്നില്ലായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ആവശ്യം ഈ സഭയിൽ വരാതിരുന്നെങ്കിൽ ഞാൻ വട്ടുപിടിച്ചു പോയതിനെ. അതുപോലെ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ സഭയിൽ വന്നത്. ഇവിടുത്തെ ശുശ്രൂഷകൾ ഓരോ ദേവദാസന്മാർ ശുശ്രൂഷിച്ചത് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചു. അങ്ങനെ ഇവിടെ വരുന്നവർക്ക് അനുഗ്രഹമാണെങ്കിൽ നിശ്ചയമായും ഓൺലൈനിലൂടെ നമ്മുടെ ശുശ്രൂഷകൾ പുറത്തേക്ക് പോകുമ്പോൾ കേൾവിക്കാരാകുന്ന അനേകം വരുന്ന വർഷം ഈ വർഷം മുതൽ അനേകർക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുക. ഓരോ ദേവദാസന്മാരെയും വ്യത്യസ്ത നിലവാരത്തിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും കഴിഞ്ഞ വർഷത്തേക്കാണ് അധികമായി ഈ വരും വർഷവും ദൈവം ശക്തിയോടെ ഓരോരുത്തരെയും ഉപയോഗിക്കണം. നമ്മുടെ സഭയുടെ അതിരുകൾ ദൈവം വിശാലമാക്കണം. അധികം വൈകാതെ നമുക്കൊരു വിശാലത ഇവിടെ നിന്നും ആവശ്യമാണ്. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്നും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ.